ഇന്നിപ്പോൾ ആദ്യത്തെ പ്ലേ ഓഫ് മത്സരമാണ്. ഇന്ന് ജയിക്കുന്നവർക്ക് ഫൈനലിലേക്ക് നേരിട്ട് ടിക്കറ്റ് ലഭിക്കുകയാണ്. അതായത് RCBയും നിലവിലെ ചാമ്പ്യന്മാരാണ്. വലിയ പ്രതീക്ഷയോട് കൂടി കളിക്കാണ്. ഗുജറാത്തും ഒരു തരത്തിലും അവർ അവഗണിക്കാൻ പറ്റില്ല. കാരണം ആ മത്സരത്തിലേക്ക് IPL ടൂർണമെൻറ്റിലേക്ക് ഒരു തിരിച്ചുവരവ്, ഒരു മാസ് കംബാക്കാണ് ഒടുവിൽ നടത്തി അവർ 2ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇന്നത്തെ മത്സരം. എങ്ങനെയാണ് അനുപേട്ടൻ? ഇന്നത്തെ മത്സരം ഒരുപക്ഷെ തുല്യ ശക്തികളുടേത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ഈ മത്സരത്തെ നിർണായകമാക്കുന്ന ഒരു ഘടകം ജയിക്കുന്നവർ നേരെ ഫൈനലിലേക്ക് പോകുന്നു എന്നതിൻ്റെ ആവേശം കൂടിയുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ തന്നെ ടീമുകൾ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരു ഭാഗത്ത് വിരാട് കോഹ്ലി നയിക്കുന്ന ബാറ്റിംഗ് നിര അതിശക്തമായിട്ടുള്ള രജത് പട്ടീദാർ അടക്കമുള്ളവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവിടെയുണ്ട്. മറുഭാഗത്ത് സായി സുദർശനും ഗില്ലും ഒക്കെ ഉള്ള ഗുജറാത്ത് ടൈറ്റൻസുമുണ്ട്. രണ്ട് ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ജയം നേടുകയായിരുന്നു. ഈ മത്സരം ജയിക്കുന്നവർ ഫൈനലിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ആ ആവേശം ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നു. ആര് ജയിക്കുന്നതാണ്? ഗുജറാത്ത് ടൈറ്റൻസ്. ടീം എന്ന രീതിയിൽ നോക്കുമ്പം ബാംഗ്ലൂരിനേക്കാൾ ഒരു അപ്പർ എഡ്ജ് തീർച്ചയായിട്ടും ഗുജറാത്തിനുണ്ട്. ഗുജറാത്ത് അതായത് അവരൊരു കറക്റ്റ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. കറക്റ്റ് ഒരു ടെംപ്ലേറ്റ് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു, ഫസ്റ്റ് 3 ബാറ്റേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് മതി. 100 പന്തുകളെങ്കിലും അവർ 3 പേരും ചേർന്ന് നേരിടുന്നുള്ളൊരു രീതിയാണ്. അതവർ കൃത്യമായിട്ടത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിരകളിൽ ഒന്നും ഗുജറാത്തിനൊപ്പമാണ്. അപ്പോൾ ഗുജറാത്തിനാണ് ഒരു എഡ്ജുള്ളത്. ജാസിമിന്റെ പ്രതീക്ഷകൾ പങ്കുവെച്ചത് എൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് RCB ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ.